സൈക്കിൾ വാങ്ങാൻ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണം ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി 6ാം ക്ലാസ് വിദ്യാർത്ഥിനി മാതൃകയായി. എരുവ കോയിക്കപ്പടി കളത്തിൽ കൊച്ചുമോന്റെ മകൾ സൈറ ഫാത്തിമയാണ് മാരക കരൾ രോഗം ബാധിച്ച സബീന സുധീറിന്റെ ചികിത്സയ്ക്ക് സഹായം സ്വരൂപിക്കാൻ രൂപീകരിച്ച സമിതിക്ക് കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണം കൈമാറിയത്. സൈക്കിൾ വാങ്ങാനായി കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണം ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി 6ാം ക്ലാസ് വിദ്യാർത്ഥിനി മാതൃകയായി. മാരകമായ കരൾ രോഗം ബാധിച്ച സബീന സുധീറിന്റെ ചികിത്സയ്ക്കായി രൂപീകരിച്ച സഹായ സമിതിക്കാണ് കായംകുളം എരുവ കോയിക്കപ്പടി കളത്തിൽ കൊച്ചുമോന്റെ മകൾ സൈറ ഫാത്തിമ തന്റെ സമ്പാദ്യം കൈമാറിയത്. സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ 1 വർഷമായി കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് സൈറ ഫാത്തിമ സബീന സുധീറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട സഹായ സമിതിക്ക് കൈമാറിയത്. ഞാനാണെങ്കിൽ 1 വർഷം കൊണ്ട് ഒരു പൈസ കൂട്ടി വെക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു സൈക്കിൾ വേണമെന്ന്. പക്ഷേ എൻ്റെ ഉമ്മയുടെ ഫോണിൽ സബീനാത്തായുടെ ഒരു കരൾ മാറ്റി വെക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. അപ്പോൾ ഞാൻ വാപ്പച്ചിയോടൊക്കെ പറഞ്ഞ് എൻ്റെ ഈ കുടുക്ക ആയിത്താക്ക് പൊട്ടിച്ച് കൊടുക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വാപ്പി പറഞ്ഞ് ഇൻഷാ അല്ലാ കൊടുക്കാമെന്ന് പറഞ്ഞ്. അത് കാരണം ഞാൻ പൊട്ടിച്ച് ആയിത്താക്ക് കൊടുത്ത്. സബീന സുധീറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മാതാവിന്റെ മൊബൈലിൽ കാണാനിടയായതോടെയാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിനി തന്റെ സമ്പാദ്യം ചികിത്സാ സഹായ സമിതിക്ക് നൽകാൻ തീരുമാനിച്ചത്. സബീന സുധീർ കഴിഞ്ഞ 3 വർഷമായി കരൾ രോഗവുമായി മല്ലിട്ട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അടിയന്തരമായി കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപ ചിലവ് ഇതിനായി വേണ്ടിവരും. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ സബീന സഹായ സമിതി എന്ന പേരിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തുകയാണ്. കായംകുളം നഗരസഭ 5ാം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് അൻഷാദ് വാഹിദ് ചെയർമാനായും ഫസിൽ റഹ്മാൻ കൺവീനറായും പ്രഭാഷ് പാലാഴി ട്രഷററായും സിയാദ് കോട്ടയിൽ രക്ഷാധികാരിയായും കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. CDNet ന്യൂസ് കായംകുളം.